നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് അക്ബർ. ഞാൻ മലപ്പുറം ASM ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പോയിൽ. ഞാനിവിടെ പറയാൻ പോകുന്നത് റെനോ 15 Pro മിനിയും V70 എലൈറ്റും തമ്മിലുള്ള ചില കമ്പാരിസനാണ്. എന്തുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു കസ്റ്റമർ ഫോൺ എടുക്കുന്ന സമയത്ത് റെനോ 15 Pro മിനി ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 8 പോയിൻ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസാണ്. അതായത് 6.32 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു റെനോ 15 Pro മിനിയിൽ വരുന്നത്. അത് കസ്റ്റമേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ളൊരു ഫോണാണ്. അതുപോലെ തന്നെ വൺ ഹാൻഡ് യൂസിങ്ങിനൊക്കെ കസ്റ്റമർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലായിരിക്കും ഈ ഒരു റെനോ 15 Pro മിനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 200 MP മെയിൻ ക്യാമറയാണ്. അതായത് നമ്മൾ 200 MPയിലൊരു ക്യാമറ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോപ്പ് ചെയ്താൽ പോലും അതിൻ്റെ ക്ലാരിറ്റി ഒട്ടും നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ നമുക്കൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലെക്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 200 MP മെയിൻ ക്യാമറയിൽ ഉപയോഗിച്ചിട്ടൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടുള്ള പോസ്റ്റേഴ്സ്, ഫ്ലെക്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് 3.5x ടെലിഫോട്ടോ ലെൻസാണ്. അതായത് DSLRലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാമറ നമുക്ക് ഈ ഒരു 3.5x ടെലിഫോട്ടോയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. നാലാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് 120x ടെലിസ്കോപ്പ് സൂമാണ്. അതായത് ദൂരെയുള്ളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് ഡീപ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതാണ് 120x ടെലിഫോട്ടോ സൂം. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ് വരുന്നത് വീഡിയോ റെക്കോർഡിംഗ് 4K 60 FPS HDR വിത്ത് അൾട്രാ സ്റ്റഡി ഫംഗ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അതായത് 4Kയിൽ നമുക്ക് 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് സ്വിച്ചിങ് ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ ആയിട്ടും ബാക്ക് ക്യാമറ ആയിട്ടും നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുകൾ അതിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊന്ന് എടുത്ത് പറയാനുള്ളത് ഇൻഡസ്ട്രിയിൽ തന്നെ അൾട്രാ വൈഡ് 100° FOVയിൽ വരുന്ന ഫ്രണ്ട് ക്യാമറയാണ് റെനോ 15 Pro മിനിയിലുള്ളത്. നമ്മളൊരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് 100° FOV ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിമിലുള്ള എല്ലാം കവറായിട്ട് നമുക്ക് ഫോട്ടോ. ഏഴാമത്തെ പോയിൻ്റായിട്ട് ഇതിൽ വരാനുള്ളത് ഇതിൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 8450 ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. അതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് സ്കോർ വരുന്നത് 20 lakhs+ ഇതിന് സ്കോർ ഉണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ല സ്കോറുള്ളൊരു പ്രൊസസ്സറാണ് ഈ മീഡിയാടെക് ഡൈമെൻസിറ്റി 8450 വരുന്ന പ്രൊസസ്സർ. എട്ടാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെ AI ഫീച്ചറാണ്. അതായത് AI പോപ്പ്-ഔട്ട്, AI പോർട്രേറ്റ് ഗ്ലോ. ഈ രണ്ട് ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. പോപ്പ്-ഔട്ട് എന്നുള്ളത് നമുക്കൊരു കൊളാഷ് രീതിയിൽ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് പോപ്പ്-ഔട്ട് വരുന്നത് നമുക്ക് കൊളാഷ് ചെയ്തിട്ട് ഒരു 9 ഫോട്ടോസ് വരെ നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ AI പോർട്രേറ്റ് ഗ്ലോ എന്ന് പറയുന്നത് ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു ഫോട്ടോക്ക് നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.